എന്താണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്? നമ്മൾ ഈ പോറ്റിയെ കയറ്റിയെ എന്ന് പറയുന്ന അല്ലാതെ ഇതിനകത്ത് എന്താണ്? ആ ഒരു ജസ്റ്റ് ലൈൻസ് ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. സ്വർണം ചെമ്പായി മാറ്റി, സ്വർണ്ണപ്പാളികൾ മാറ്റി. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ കാര്യമല്ലേ, കേസെടുത്തതല്ലേ. ശാസ്താവിൻ ധനം ഊറ്റി. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞില്ലേ, ദൈവത്തിന്റെ പണം അയ്യപ്പന്റെ സ്വർണ്ണമാണോ എടുത്തുകൊണ്ട് പോയതെന്ന് ചോദിച്ചില്ലേ? സ്വർണം കട്ടവൻ ആരപ്പ? സ്വർണം കട്ടുകൊണ്ട് പോയില്ലേ? അതുകൊണ്ടല്ലേ അകത്ത് കിടന്ന് ജയിലിൽ കിടന്ന് വാസുവും സഹസഖാക്കളും എല്ലാം കിടന്ന് അനുഭവിക്കുന്നത്. ലോഹം മാറ്റിയത് ആരപ്പ? ലോഹം മാറ്റിയില്ലേ? ഇത് ആർക്കാ സംശയം? ഇതിനകത്ത് എവിടെയാ ഒഫൻസ്? സഖാക്കളാണ് അയ്യപ്പ. സഖാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്, സുഹൃത്ത്. സഖ എന്നുള്ളത് ഒരു സാൻസ്ക്രിറ്റ്, എറ്റിമോളജിക്കലി ഒരു സംസ്കൃത പദമാണ്, സുഹൃത്ത്. ഇതിനകത്ത് CPM എന്നോ കോൺഗ്രസ് എന്നോ അങ്ങനെ ഒരു പാർട്ടിയെയും BJP ഒരു പാർട്ടിയെയും ഇവിടെ പരാമർശിക്കുന്നില്ല. സ്വർണ്ണപ്പാളി മാറ്റി, എല്ലാവർക്കും അറിയാം. സ്വർണ്ണപ്പാളികൾ മാറ്റിയേ. ശാസ്താവിൻ ധനം ഊറ്റിയേ. പിന്നെ ശാസ്താവിൻ്റെ അല്ലേ എടുത്ത് മാറ്റിയിരിക്കുന്നത്? ആചാരങ്ങളെ ലംഘിക്കാൻ കമ്മിണിമാരെ മലകേറ്റി. അതും നടന്ന സംഭവമല്ലേ. ഇവിടെ പോലീസുകാർ പ്രൊട്ടക്ഷനോടുകൂടി അന്ന് എല്ലാ ദേവസ്വം അധികാരികളുടെയും സംരക്ഷണയോടുകൂടി എല്ലാവരിൽ വളരെ രഹസ്യമായിട്ട് ഗോപ്യമായിട്ട് ഇതെല്ലാം ചെയ്തു. അകവും പുറവും കൊള്ളയടിക്കാൻ നിയമിച്ചുള്ളത് ഒരു പോറ്റി. അപ്പൊ ഇതിനകത്ത് ദീസ് ആർ ഓൾ ജസ്റ്റ് ഫാക്ട്സ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന, പരാമർശിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വ്യവഹാരമായിട്ട് വന്ന സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടിന്റെ പുറത്ത് ഹൈക്കോടതി കേസെടുത്ത വിഷയവുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് ആണിത്. ഇതിനകത്ത് അയ്യപ്പനെന്നോ ശബരിമലയെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ കേസെടുക്കുമെന്നുണ്ടെങ്കിൽ ഇതെന്താ? നമ്മൾ ഏത് വെള്ളരിക്ക പട്ടണത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? ഒരു തരത്തിലും കേസെടുക്കാൻ കഴിയാത്ത രീതിയിൽ സാമാന്യ വസ്തുതകൾ മാത്രം രാഷ്ട്രീയക്കാര് പ്രസംഗവേദിയിൽ പറയുന്ന കാര്യം പദ്യരൂപത്തിൽ, ഗാനരൂപത്തിൽ മാറ്റിയപ്പോൾ അതിന് കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വളരെ പ്രകടമാണ്. അവർ ഭയക്കുന്നത് സംഗീതത്തെയാണ്. ഇതൊരു പൊളിറ്റിക്കൽ താലിബാനിസമാണ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. നമ്മൾ സാധാരണ വിനിമയ ഭാഷയിൽ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങൾ, കേരളമെമ്പാടും ചർച്ച ചെയ്യുന്ന പ്രയോഗങ്ങൾ സംഗീതമായി മാറ്റിയപ്പോൾ ഇവരെ പ്രകോപിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ സംഗീതമാണ് ഇവരെ ഭയപ്പെടുന്നത്. ഇത്തരത്തിലൊരു താലിബാനിസം കേരള പോലീസിന്റെ കയ്യൊപ്പോടുകൂടി കേരളത്തിൽ നടപ്പാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണമില്ലേ? ഈ കാക്കിയിട്ട് നടക്കുന്ന പോലീസ് മേധാവികൾക്ക് ഇത്ര പോലും അടിസ്ഥാന യുക്തിയോ ബോധമോ ഇല്ലാതെ ഇങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുന്ന തരത്തിൽ എങ്ങനെയാണ് ഇവർക്ക് നടപടിയെടുക്കാൻ കഴിയുക? പോലീസിന്റെ ജോലി ഇതാണോ? എനിക്കറിയില്ല. ഇനിയിപ്പോൾ പോലീസ് ഇപ്പോഴത്തെ സർക്കാരിന് പണി കൊടുത്തതാണോ എന്നറിയില്ല. കാരണം ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ ബ്രീഫ് ചെയ്യുന്നത് പോലീസുകാർ നിലനിൽക്കുമെന്നൊക്കെ പറയുമ്പോൾ അവരുടെ മനസ്സിലെ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഇത് തീർച്ചയായിട്ടും ക്വാഷ് ചെയ്യപ്പെടേണ്ട ഒരു FIR ആണ്. വളരെ വ്യക്തമായിട്ട് ഇത് അബ്യൂസ് ഓഫ് ദ പ്രോസസ് ഓഫ് ലോ ആണ്. നിയമത്തിൻ്റെ ഏറ്റവും പ്രകടമായ ദുരുപയോഗമാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഒരിക്കലും ഒരു പാട്ടിനെ ഭയപ്പെട്ടുകൊണ്ട് ഇങ്ങനെ കേസെടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ചില എക്സെപ്ഷണൽ ഇൻസ്റ്റൻസസ് നമുക്ക് അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ഒരുപക്ഷെ കാണാൻ കഴിയുമായിരുന്നിരിക്കും. പക്ഷേ ഒരു സ്വതന്ത്ര ജനാധിപത്യ സമൂഹത്തിൽ ഇങ്ങനെ ഒരു കേട്ടുകേൾവി പോലും ഇല്ലാതെ ഇങ്ങനെ കേസെടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഈ സംഗീതത്തെയാണ് ഭയക്കുന്നത്. ഇങ്ങനെ കേസെടുത്ത് ഇത് ലൈവായി നിൽക്കണം. ശ്രീ കുഞ്ഞബ്ദുള്ള ഇനിയും എഴുതണം. നിങ്ങളിൽ ആക്ഷേപഹാസ്യത്തിലുപരി നിങ്ങളുടെ വാക്കുകൾ അത് സംഗീതമായി വന്നപ്പോൾ അതിൽ അന്തർലീനമായിട്ടുള്ള ഭക്തിയാണ് കാണുന്നത്. കൊച്ചു കുട്ടികൾ വരെയും ഇപ്പം കേരളത്തിൽ പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ട് പാടുന്നുണ്ട്. അന്യ സംസ്ഥാനത്തിൽ നിന്നിരുന്ന വിശ്വാസികൾ യഥാർത്ഥ ഭക്തിഗാനമാണെന്നോർത്ത് അത് പാടിക്കൊണ്ട് ഈ നടപടികളുമായി മുമ്പോട്ട് പോവുകയാണെങ്കിൽ അവർ മല ചവിട്ടും. അതങ്ങനെ അവർക്ക് ഭക്തി തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുള്ളിൽ നിങ്ങൾ ശാസ്താവിനെ കുറിച്ച് പരാമർശിക്കുന്നത്, അയ്യപ്പനെ കുറിച്ച് പരാമർശിക്കുന്നത് അത് സംഗീതമയമാണ്. അത് ഭക്തിസാന്ദ്രമായിട്ടും പറയാൻ കഴിയുന്നതാണ്. അയ്യപ്പൻ്റെ സ്വർണം അടിച്ചോണ്ട് പോയാൽ അയ്യപ്പസ്വാമിയോടല്ലാതെ ആരോടാണ് പറയാൻ കഴിയുക? അത് പറയാൻ ഇവിടെ അബ്ദുള്ളയാകാം, എബ്രഹാം ആകാം, മറ്റാരെങ്കിലും ആകാം. ശബരിമലയുടെ ആരാധനാ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതിക്കും മതത്തിനും അതീതമായിട്ടുള്ള മാനവികതയുടെ ഏറ്റവും വലിയ സമന്വയ കേന്ദ്രമായിട്ടാണ് ശബരിമലയെ കാണുന്നത്. അവിടുത്തെ ആരാധനാ സംസ്കാരം അങ്ങനെയാണ്. അപ്പോൾ അയ്യപ്പനെന്ന് ഭക്തിപൂർവ്വം വിളിച്ചു കഴിഞ്ഞാൽ, ശാസ്താവെന്ന് ഭക്തിപൂർവ്വം വിളിച്ചു കഴിഞ്ഞാൽ, ഇനിയിപ്പം ഭക്തി കുറഞ്ഞു വിളിച്ചാലും അയ്യപ്പനോട് വിലപിക്കുവാനുള്ള അവകാശം മലയാളികൾക്കുണ്ട്. കാരണം കേരള ചരിത്രത്തിൽ നടന്നിട്ടില്ലാത്ത രീതിയിൽ സംരക്ഷകർ കൊള്ള നടത്തിയ ഒരു ക്ഷേത്രമാണ്. ആ കൊള്ള നടത്തുമ്പോൾ ആർക്കും തോന്നാത്ത
ആ ഒരു വികാരം ഇപ്പോൾ ഇത് രാഷ്ട്രീയമായിട്ട് തിരിച്ചടിക്കുമെന്ന് തോന്നുമ്പോൾ അത് സംഗീതത്തോട് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംഗീതത്തിൻ്റെ ശക്തിയാണ്, നിങ്ങളുടെ വരികളുടെ ശക്തിയാണ്, നിങ്ങളുടെ സർഗാത്മകതയുടെ ശക്തിയാണ്. ഒരു നടപടിയെയും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഇനി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെടാൻ മടിക്കുന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിലാണെങ്കിലും പോകണം. കാരണം ഒരു തരത്തിലും നിയമത്തിൽ നിലനിൽക്കാത്ത വ്യക്തമായിട്ടുള്ള ഒരു പെർസിക്യൂഷൻ നടപടികൾക്കാണ് കേരള സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇത് ചരിത്രം ഇവരെ നോക്കി അപഹസിക്കുന്ന തരത്തിലായിരിക്കും ഈ നടപടിക്രമങ്ങളുടെ അവസാനം. ഇത് കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രംഗത്തെ രാഷ്ട്രീയ ഗാനമായിട്ട് ഇത് മാറാനുള്ള വഴിയൊരുക്കം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. നിങ്ങൾ ഇനിയും എഴുതുക, കേരള ജനത ഇനിയും ഇതിനെക്കാട്ടിലും കൂടുതൽ ഇഫക്റ്റീവായിട്ടുള്ള, പവർഫുള്ളായിട്ടുള്ള, സർഗാത്മകമായിട്ടുള്ള വാക്കുകൾ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. ശബരിമല വിഷയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവരവരുടേതായ കാഴ്ചപ്പാടുകളുള്ള ഒരു പ്രശ്നം തന്നെയാണ് സ്ത്രീ പ്രവേശനം. പക്ഷെ അപ്പോഴും ഇവിടെ അവർ ചെയ്ത ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ സ്ത്രീ പ്രവേശനം എന്ന് പറഞ്ഞാൽ അതൊരു ഡിക്ലറേറ്റീവ് ജഡ്ജ്മെൻ്റ് ആയിരുന്നു. ഒരു സമൂഹത്തിൽ വളരെ കൺസർവേറ്റീവായിട്ട് ശബരിമലയുടെ ആചാരങ്ങളുടെ പ്രത്യേകത അത് കൺസർവേറ്റീവാണ്. അത് സംരക്ഷിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ചാലഞ്ച്. ഇപ്പോൾ ഈ 41 ദിവസം വ്രതം എടുത്ത് പോവുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും ആൾക്കാർ അങ്ങനെ പോകുന്നു, അത് കൺസർവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ശബരിമലയിലെ അനുവാചക വൃന്ദം എന്ന് പറഞ്ഞാൽ വളരെ കൺസർവേറ്റീവാണ്. അപ്പോൾ കൺസർവേറ്റീവായിട്ടുള്ള ഒരു വിശ്വാസ സമൂഹത്തിലേക്ക് ഒരു വിധി വരുമ്പോൾ രാജാറാം മോഹൻ റോയ് സതിയുടെ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പ്രവർത്തിച്ചതുപോലെ, ഞാനിത് അനാചാരമായിട്ട് പറഞ്ഞുകൊണ്ടല്ല പറയുന്നത്, സമൂഹത്തിലൊരു മാറ്റം വരുത്തുവാനും വലിയൊരു ക്യാമ്പയിനും നമ്മുടെ സാക്ഷരതാ യജ്ഞം പോലെ ഒരു ക്യാമ്പയിന് ശ്രമിച്ച് ജനങ്ങളെ ഗ്രാജുവലി ആ ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാതെ വളരെ വളരെ ധിക്കാരത്തോടുകൂടി ഒരു ഡിക്ലറേറ്ററി ജഡ്ജ്മെൻ്റാണ് ശ്രീ എം വി ജയരാജൻ്റെ നിർദ്ദേശപ്രകാരം സുപ്രീം കോടതിയിൽ കണ്ടംപ്റ്റ് പെറ്റീഷനുകൾ ഫയൽ ചെയ്യുകയുണ്ടായി. ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് നോ കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞെടുത്ത് താഴേക്ക് ഇടുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മാറ്റത്തിന് ശ്രമിക്കാതെ ഇടിവെട്ടുന്ന സ്പീഡിൽ ഈ കാര്യങ്ങൾ ഇത്തരത്തിൽ പ്രവേശനം നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഭക്തരല്ലാത്ത വ്യക്തികളെ ശബരിമലയിലേക്ക് ഇൻസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ട് പാർട്ടിയുടെ സപ്പോർട്ടോടുകൂടി അവിടെ കൊണ്ടുവന്ന് കയറ്റിയതിലെ അതിനകത്തെ വിശ്വാസ വിരുദ്ധതയെക്കുറിച്ച് മാത്രമാണ് ഇതിനകത്ത് പരാമർശിച്ചത്. പൊളിറ്റീഷ്യൻസിനെയാണ് കൊണ്ടുവന്നത്. ഈ വരികളിൽ വ്യക്തമാക്കുന്നത് കമ്മിണികളെ കയറ്റിയെന്നാണ്, വിശ്വാസികളെ കയറ്റിയെന്നോ അയ്യപ്പനെ തൊഴാൻ വന്നവരെ കയറ്റിയെന്നോ അല്ല. അപ്പോൾ അതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്. ശ്രീ ജോസഫ് മാത്യു, അങ്ങയുടെ അഭിപ്രായത്തോട് ഞാൻ വിയോജിക്കുന്നില്ല. അങ്ങയുടെ അഭിപ്രായത്തെ പൂർണ്ണമായിട്ട് മാനിച്ചുകൊണ്ട് തന്നെ ഇതിലൂടെ ഒരു പൊളിറ്റിക്കൽ ഗെയിം നടത്തി. പിന്നെ വനിതാ മതിൽ കേരളമെമ്പാടും നടത്തി, അതിനോടൊന്നും ഒരു വിയോജിപ്പില്ല. പക്ഷേ നാം ഒരു മലബാർ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ വനിതാ മതിലുമായി ബന്ധപ്പെട്ട ആ ഒരു പരിപാടിയിൽ നിഖാബ് ധരിച്ച സഹോദരിമാരെ ഇതിനകത്തിറക്കി, സഹോദരിമാരെയും സഹോദരന്മാരെയും ഇതിനകത്തിറക്കി അവർക്ക് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പോലും ഉള്ള ഒരു സാമൂഹികമായിട്ടൊരു അവകാശം റെക്കഗ്നൈസ് ചെയ്യാത്ത സമൂഹങ്ങളിൽ നിന്ന് വരെയും വ്യക്തികളെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ട്, ഞാൻ ശ്രീ ജോസഫ് മാത്യുവിന് കാണിച്ചു തരാം, നിഖാബ് ധരിച്ച സഹോദരിമാരെ നിറക്കി വനിതാ മതിൽ തീർത്തപ്പോൾ എത്രമാത്രം ഒരു രാഷ്ട്രീയ ഉദ്ദേശം ഇതിനകത്തുണ്ടായിരുന്നിരിക്കാം. എന്നാൽ അവരുടെ നിഖാബിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചൊരു ട്രാൻസ്ഫോർമേഷനോ അന്നത്തെ സർക്കാർ ശ്രമിച്ചിരുന്നില്ല. ശ്രമിക്കാതിരിക്കട്ടെ, അതൊക്കെ അവരുടെ മതപരമായിട്ടുള്ള അവകാശം. പക്ഷെ അവരെയും തെരുവിൽ ഇറക്കുന്നതിലൂടെ കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു വർഗീയ ഡിവൈഡ് ഉണ്ടല്ലോ, അത് വനിതാ മതിലായിരുന്നില്ല, അതൊരു വനിതാ ഡിവൈഡിനുള്ള ശ്രമമായിരുന്നു. ഇത്തരത്തിലുള്ള പൊളിറ്റിക്സ് ഒഴിവാക്കി ശാന്തമായിട്ട് ശബരിമലയെ സംബന്ധിച്ച് സമൂഹത്തിന് സമീപനം മാറണം എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു 3, 4, 5, 6 മാസം എടുക്കുന്ന ഒരു സമീപന മാറ്റ യജ്ഞം തന്നെ സർക്കാരിന് തുടങ്ങാൻ കഴിയുന്ന എത്രയോ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് കേരളം നേതൃത്വം നൽകിയിട്ടുണ്ട്. അല്ലാതെ ധിക്കാരവും ശക്തി വളരെ നല്ല ഒരു ഉദ്ദേശത്തോടെ ഒരു പാരഡി എഴുതുന്നു, അത് ഒരാൾ പാടുന്നു, മറ്റൊരാൾ അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നു, അത് വൈറലാവുന്നു. അതിനെതിരെ ഇങ്ങനെ ഒരു കേസ് എടുക്കുന്നത് എവിടെയെങ്കിലും നിലനിൽക്കുന്നതാണോ? ഒരിടത്തും നിലനിൽക്കുന്നതല്ല. വളരെ ദുരുദ്ദേശത്തോടു കൂടി എടുത്തിരിക്കുന്ന ഈ കേസ്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് വിശദമായിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അബ്ദുള്ള എന്നുള്ള പേരും കൂടെ കണക്കിലെടുത്തുകൊണ്ട് വളരെ ബോധപൂർവം തയ്യാറാക്കിയ ഒരു കംപ്ലൈൻ്റാണിത്. അതായത് ഇവിടെ ഒരു യഥാർത്ഥത്തിൽ നിലനിൽക്കാത്ത ഒരു ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഇത് വെച്ചിട്ട് ഉണ്ടാക്കുക എന്നുള്ളതും, അതിനകത്ത് ഇതൊരു ശ്രീകുമാറോ അല്ലെങ്കിൽ സുകുമാരനോ ഒക്കെ ആയിരുന്നെങ്കിൽ ഈ കേസ് ഇത്തരത്തിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ മുതിരുന്നുണ്ടാകുമായിരുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കമ്മ്യൂണൽ ഇഷ്യൂ ഇല്ലായിരുന്നിട്ട് ബോധപൂർവം അത് കൊണ്ടുവരാൻ വേണ്ടി ആ പേരിനെ കൂടെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട്
വളരെ കെയർഫുള്ളായിട്ട് പ്ലാൻ ചെയ്ത ഓർക്കസ്ട്രേറ്റ് ചെയ്ത ഒരു കംപ്ലൈൻറ്റും അതിൻ്റെ പുറത്ത് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്ന ക്രിമിനൽ നടപടിക്രമവുമാണ്. 1992 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഭജൻലാൽ കേസിൽ പറഞ്ഞത്, ഒരു ക്രൈമിൻ്റെ പേരിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് അതിനകത്ത് പ്രഥമ ദൃഷ്ട്യാ അതിൻ്റെ അനുബന്ധ ഘടകങ്ങൾ അവിടെ ആകർഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രിമിനൽ ഉദ്ദേശം അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് ആ ഏത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണോ കേസെടുക്കുന്നത്, അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്ന വസ്തുതയുടെ അടിസ്ഥാനത്തിലാണോ കേസെടുക്കുന്നത്, അവിടെ ആ ക്രൈം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാനുള്ള എസൻഷ്യൽ ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ട് എന്ന് പ്രഥമ ദൃഷ്ടിയായെങ്കിലും കാണാൻ കഴിയാതെ അങ്ങനെ ഒരു കേസെടുക്കാൻ പാടില്ല. ഇപ്പോൾ ഈ മതവികാരം വ്രണപ്പെടുത്തുക എന്ന് പറയുന്ന BNS പ്രൊവിഷൻ, അതിൻ്റെ ഏറ്റവും സെൻട്രലായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോധപൂർവം ദുരുദ്ദേശത്തോടുകൂടി മതത്തിനെയോ മതവിശ്വാസത്തിനെയോ വ്രണപ്പെടുത്തുന്ന വാക്കുകൾ പറയുകയോ എഴുതുകയോ മറ്റേതെങ്കിലും രീതിയിൽ പ്രകടിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, അപ്പം ബോധപൂർവം ചെയ്യണമെന്ന് പറയുമ്പോൾ ആ ക്രിമിനൽ മൈൻഡ് എന്ന് പറയുന്നത്, നിയമത്തിൽ മെൻസ്ട്രിയ എന്ന് പറയുന്നത് അവിടെ വാക്കുകളിലൂടെ പ്രകടമാക്കപ്പെട്ടില്ലെങ്കിൽ ഇങ്ങനെ കേസെടുക്കാൻ കഴിയില്ല. ഇതിനകത്ത് ഏറ്റവും കോമഡിയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്, ഈ വരികളിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ജനങ്ങൾ കേരളമെമ്പാടും ഇന്ത്യയെമ്പാടും മലയാളികൾ സംസാരിക്കുന്ന സാമാന്യ വിഷയങ്ങൾ പദ്യ രൂപത്തിലേക്ക് മാറ്റിയപ്പോഴാണ് അവർക്ക് കേസെടുക്കണമെന്ന് തോന്നിയത്. അതായത് രാഷ്ട്രീയക്കാർ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ഓരോ വേദിയിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, സാധാരണക്കാർ ചായക്കട മുതൽ തെരുവ് മുതൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം വരെ യാത്ര ചെയ്യുന്നിടത്ത് എല്ലായിടത്തും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ ഇവർ പറയുമ്പോഴോ പ്രസംഗിക്കുമ്പോഴോ ഒഫൻസായി മാറുന്നില്ല എങ്കിൽ അതെങ്ങനെ പദ്യമാകുമ്പോൾ അതെങ്ങനെ ഒഫൻസായി മാറുന്നു?